ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബാസൂൺ കമ്പനിയുടെ ഒരു 5.1 ഗെയിനറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന റിമോട്ട് കിറ്റുകൾക്ക്, ചില റിമോട്ട് കിറ്റുകളിലൊക്കെ ഗെയിൻ ഒരല്പം കുറവായിരിക്കും. നമ്മൾ എത്ര കൂട്ടിയാലും ഗെയിൻ എത്ര മാക്സിമം വെച്ചാലും നോയ്സ് വരും, അല്ലെങ്കിൽ അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ ഈ റിമോട്ട് കിറ്റുകൾക്ക് ഉണ്ട്. അപ്പോൾ ഗെയിൻ ഓപ്ഷനായി കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഗെയിൻ കൂട്ടുന്ന സമയത്ത് നോയ്സ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഗെയിൻ കുറവാണ് റിമോട്ട് കിറ്റുകൾക്ക്. അപ്പോൾ അതിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അതിനൊരു സൊല്യൂഷനാണ് ഇതുപോലുള്ള ഗെയിനർ ബോർഡുകൾ. ഇതുപോലത്തെ പല കമ്പനിയുടെ ഗെയിനർ ബോർഡുകൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ട്. അതിൽ ബാസൂൺ കമ്പനിയുടെ ഒരു ഗെയിനറാണ് ഈ കാണുന്നത്. ഇതിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 5.1 ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. 6 ചാനൽ ഗെയിനറായിട്ടാണ് അവരിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കൊടുക്കേണ്ട പവർ സപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 DC സപ്ലൈ ആണ് നമ്മളിവിടെ കൊടുക്കാനായിട്ടുള്ളത്. കണ്ടില്ലേ, നല്ലൊരു ബോർഡിൽ നല്ലൊരു അടിപൊളി ഡബിൾ ലെയർ PCBയിൽ നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഡിസൈനിങ്ങിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് കണ്ടില്ലേ, നമുക്ക് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. ഇവിടെയാണ് ഔട്ട്പുട്ട് വരുന്ന സെക്ഷൻ, ഇവിടെയാണ് ഇൻപുട്ട് വരുന്ന സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെയാണ് നമ്മൾ ഓഡിയോ ഇൻപുട്ട് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്, SL, SR, സെൻറ്റർ, സബ് വൂഫർ, ഗ്രൗണ്ട്. അപ്പോൾ സെപ്പറേറ്റ് തന്നെ ഗ്രൗണ്ട് നമുക്ക് സബ് വൂഫറിന് സെപ്പറേറ്റ് ഒരു ഗ്രൗണ്ട് കൊടുക്കുന്നുണ്ട് അവിടെ. ബാക്കി ഓഡിയോ ചാനലിനും സെപ്പറേറ്റ് ഒരു ഗ്രൗണ്ട് അവിടെ കൊടുക്കുന്നുണ്ട്. കാര്യം അങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ഗ്രൗണ്ടിങ് പക്കയാവുന്നതിന് വേണ്ടി, നോയ്സ് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ കൂടുതലായിട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം, ചില ഗെയിനറുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് നോയ്സ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് സിംഗിൾ സപ്ലൈയിലുള്ള വർക്ക് ചെയ്യുന്ന ഗെയിനറുകളാണ് കൂടുതൽ നോയ്സ് കാണുന്നത്. നമുക്ക് ഡ്യുവൽ സപ്ലൈയിലും സിംഗിൾ സപ്ലൈയിലും വാങ്ങാനായിട്ട് കിട്ടും ഗെയിനർ. അപ്പോൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യുവൽ സപ്ലൈയിലുള്ളത് തന്നെ വാങ്ങാൻ ശ്രമിക്കുക. കാര്യം നമ്മുടെ ബാക്കിയുള്ള ബോർഡുകളെല്ലാം ഡ്യുവൽ സപ്ലൈയിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗെയിനറും ഡ്യുവൽ സപ്ലൈയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗുണം ചെയ്യും, നോയ്സ് നല്ല രീതിയിൽ കുറഞ്ഞിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഇതിനകത്ത് ഇൻപുട്ട് വരുന്ന സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ഞാൻ കാണിച്ചു. അടുത്ത ഔട്ട്പുട്ട് വരുന്ന സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ്. അതും അവിടെ ഉള്ളതുപോലെ തന്നെയാണ്. FL, FR, SL, SR, സെൻട്രൽ, സബ്, അതിന് സെപ്പറേറ്റ് ഗ്രൗണ്ട് ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നല്ലൊരു കാര്യമാണ്. കൂടാതെ തന്നെ ഇതിനകത്ത് ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി 6 പ്രീസെറ്റും അവർ കൊടുത്തിട്ടുണ്ട്. സബ് വൂഫറിന് ഉൾപ്പെടെയുള്ള 6 ചാനലുകൾക്ക് സെപ്പറേറ്റ് ഗെയിൻ ഓപ്ഷൻ, ഗെയിൻ കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ പ്രീസെറ്റുകൾ അവർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വളരെ ഈസിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ 4 ഹോളുകളും കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ക്യാബിനറ്റിനകത്ത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 4 ഹോളും അവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. കാര്യം കൂടുതലും ആൾക്കാരും നേരിടുന്നത് റിമോട്ട് കിറ്റുകൾ യൂസ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ഗെയിനിൻ്റെ കുറവ് എപ്പോഴും അവർക്ക് ഇതായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. പിന്നെ 1458 STയുടെ ഒരു ചിപ്പാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു SMD IC ആണ്, ചെറിയൊരു SMD IC ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ ലോ നോയ്സ് ആയിട്ടുള്ളൊരു OPPO IC ആണ് അവർ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ചിലതിൽ നമുക്ക് പല ഇതിലും ചെയ്യുന്നുണ്ട്, TL72 ചെയ്യുന്നുണ്ട് ഗെയിനർ. അപ്പോൾ ഇതും നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആംപ്ലിഫയറിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ബോർഡാണ്. കുറച്ച് അതിൻ്റെ PCBയുടെ സൈസ് ഇവരുടെ എഴുതിയിട്ടുണ്ട്. അത്യാവശ്യം ചെറിയൊരു PCB തന്നെയാണ്, കോമ്പാക്റ്റ് സൈസിൽ അവർ ചെയ്തിട്ടുണ്ട്. ഫുൾ SMD ആണ്. അപ്പോൾ നല്ലൊരു കാര്യമാണ്, നല്ല പ്രോഡക്റ്റാണ്, നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു ബോർഡ് പരിചയപ്പെടുത്താൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടർക്കും ബൈ. പിന്നെ ഈ ഒരു ബോർഡ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ AB ഇലക്ട്രോണിക്സ് ട്രിവാൻഡ്രം, അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റിലോ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഫസ്റ്റ് കമൻറ്റായിട്ടും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു നമ്പറിൽ അവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് പ്രോഡക്റ്റ് വാങ്ങാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ ചേട്ടന്മാർക്കും ബൈ.